ഗുഡ് മോർണിംഗ്. രാവിലെ എഴുന്നിട്ട് സൺലൈറ്റ് കൊള്ളുന്നത് പതിവ് ശീലമായി. ഇതിപ്പോൾ ഞാൻ ചെയ്യുന്നത് ഓയിൽ പുള്ളിംഗ് ആണ്. ഇത് കോക്കനട്ട് ഓയിലാണ് ചെയ്യുന്നത്. എംപ്റ്റി സ്റ്റൊമക്കിൽ ഇങ്ങനെ നമ്മൾ വായിൽ സ്വിഷ് ചെയ്യുക. ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് എന്താ ഗുണമെന്ന് വെച്ചാൽ മൗത്തിൻ്റെയും ഗമ്മിൻ്റെയും ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യുന്നു, ബാഡ് സ്മെല്ല് കുറയ്ക്കുന്നു, അതിനുശേഷം ബ്രഷ് ചെയ്യുന്നു. മോർണിംഗ് എഴുന്നേറ്റ് ഫേസ് നല്ല പഫിനെസ് ആണ് കേട്ടോ. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ കുറച്ച് മസാജ് ചെയ്യാറുണ്ട്, എക്സസൈസ് ചെയ്യാറുണ്ട്. ഇതൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കുറച്ച് പഫിനെസ് മാറാൻ. ഇത് കൺസിസ്റ്റൻസി ആയി ചെയ്യുന്നതുകൊണ്ട് ഫേസിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ നമുക്ക് ഫീൽ ചെയ്യും കേട്ടോ. ഇത് ബ്ലഡ് സർക്കുലേഷൻ ഇമ്പ്രൂവ് ആക്കുകയും ഫേസ് കുറച്ച് ഗ്ലോ ആവാൻ ഹെൽപ്പ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഞാനിങ്ങനെ ആൽമണ്ട് ഓയിലാണ് മസാജ് ചെയ്യാറ്. എൻ്റെ സ്കിൻ ഒരു കോമ്പിനേഷൻ സ്കിന്നാണ്, അതുകൊണ്ട് ഒത്തിരി ഓയിലായാലും ബുദ്ധിമുട്ടാണ്. പിന്നെ മോർണിംഗ് എഴുന്നേറ്റ് പിന്നെ ചെയ്യുന്ന കാര്യം എന്ന് വെച്ചാൽ ഹെയർ നല്ലോണം കോംബ് ചെയ്തിട്ട് ചെറുതായിട്ട് കോക്കനട്ട് ഓയിലോ ആൽമണ്ട് ഓയിലോ ഏത് ഓയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. ഞാൻ കോക്കനട്ട് ഓയിലാണ് യൂസ് ചെയ്യാറ്. മുടിയും സ്കാൽപ്പൊക്കെ നല്ലോണം ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കും. അതും സർക്കുലേഷനും സ്കാൽപ്പിൻ്റെ ഹെൽത്തിനെ ഇമ്പ്രൂവ് ചെയ്യും. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിന് മുമ്പ് എംപ്റ്റി സ്റ്റൊമക്കിൽ മൈൽഡ് ഒരു ഹോട്ട് വാട്ടർ ഞാൻ കുടിക്കാറുണ്ട്. അതെനിക്ക് ഭയങ്കര റിഫ്രഷ്മെൻറ്റ് ഫീൽ ചെയ്യാറുണ്ട്. അതിന് ശേഷമാണ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാറ്. എന്നും ഡെയിലി ഓരോരോ വെറൈറ്റി ബ്രേക്ക്ഫാസ്റ്റൊക്കെ ആവും കഴിക്കുക. ചില ദിവസങ്ങളിൽ ഈ ഒരു എഗ്ഗോ ബനാനയോ ഈ പറഞ്ഞ വീറ്റ് ബ്രെഡൊക്കെ ആവും കഴിക്കുക, അല്ലെങ്കിൽ ഓട്സ് അങ്ങനെ എന്തെങ്കിലും. ചില ദിവസങ്ങളിൽ എനിക്ക് ദോശ കഴിക്കാൻ തോന്നും, ഇഡ്ഡലി കഴിക്കാൻ തോന്നും, അങ്ങനെയൊക്കെ ഞാൻ മാറ്റും കേട്ടോ. 60 സെക്കൻഡ്സ് കോൾഡ് ഷവർ അത് കുളിക്കുന്നതിന് മുമ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ ഭയങ്കര ഫ്രഷ്നെസ്സും ആ ദിവസം ഫുള്ള് നമുക്ക് നല്ല ആക്റ്റീവായിരിക്കാൻ ഹെൽപ്പ് ചെയ്യും. മാത്രമല്ല ഇതും ബ്ലഡ് സർക്കുലേഷൻ ഇമ്പ്രൂവ് ചെയ്യും. പിന്നെ ഡ്രസ്സ് വാഷ് ചെയ്തു, പിന്നെ നല്ലോണം വെള്ളം കുടിക്കണം കേട്ടോ. അതിൻ്റെ ഇമ്പോർട്ടൻസ് ആർക്കും പറഞ്ഞു തരേണ്ട കാര്യമില്ല. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.